അന്തന്റെ കൂടെ നമ്മള് ഹലോ ഗൈസ്, നമ്മള് വേറൊരു വ്ളോഗായിട്ട് വന്നേക്കാണ്. നമ്മളിന്ന് എവിടെയാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? സോ നമ്മള് നാട്ടിൽ പോകാൻ പ്ലാൻ ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞില്ല. അപ്പം കുറച്ചധികം സാധനങ്ങൾ ഹോൾസെയിലായിട്ട് എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ്. ആൽക്കഹോളും ചോക്ലേറ്റ് സാധനങ്ങൾ. അപ്പോൾ എല്ലാം നമ്മൾ കാണിക്കണേ, എല്ലാം കാണിച്ചു തരാം. ഈ പ്രാവശ്യം നന്നായിട്ട് വീഡിയോ എടുക്കണം നമ്മൾ വിചാരിക്കുന്നുണ്ട്, അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം. നമ്മളകത്ത് കയറി. ഭയങ്കര അടിപൊളിയാണ്, ഒരുപാട് സാധനങ്ങളുണ്ട്, ഭയങ്കര വലിയ സ്പേസ്. എല്ലായിടത്തും കേറിയിട്ട് ഇറങ്ങണം. കുറെ പേരുണ്ട്. നമ്മള് ബോയ്സിന്റെ കൂടെയാണ് വന്നേ. അതെ, നമുക്ക് നോക്കാം. നമ്മളിപ്പോ ഇവിടെ മറ്റേ മസാജിങ്ങിന്റെ ചെയർ വെച്ചിട്ടുണ്ട്. അപ്പൊ ബാക്ക് മസാജിൽ ഞാൻ കയറി ഇരിക്കുകയാണ്. അടിപൊളി. ഇത് മേളിൽ പോയി താഴെ വരെ വന്ന് അത് മൂവായിട്ട് മേളിൽ വരെ വരും, പിന്നെ താഴേക്ക് ഇറങ്ങും. ഞാൻ കാല് ചെയ്ത് വെച്ചേക്കാണ്. ആൾക്കാരൊക്കെ നോയിക്കൊണ്ട് പോകുന്നുണ്ട്. കണ്ടേ, നമുക്ക് ഹോൾസെയിലായിട്ട് മേക്കപ്പും കിട്ടും. എല്ലാം ഇങ്ങനെ 3 ആയിട്ടാണ് കിട്ടണത്. മേബിളിന്റെ ആയാലും എല്ലാം ബൾക്കായിട്ട് എടുക്കാൻ. സോറി, ഇത് ഭംഗിയാണെന്നൊക്കെ ഫ്ലവേഴ്സ് നമുക്ക് മേടിക്കാനായിട്ട് വെച്ചേക്കുന്നതാണ്. റെഡ് നല്ല ഇഷ്ടമായി. നമ്മുടെ പച്ച ചക്കയൊക്കെ ഇരിപ്പുണ്ട്. ട്രോപ്പിക്കൽ ജാക്ക് ഫ്രൂട്ട്. കൊള്ളാം. 2500 25 കൊണ്ടാണ് ഞാനിത് വാങ്ങുന്ന. എങ്ങനെയുണ്ട്? ഫോട്ടോ എനിക്കല്ലാത്തോണ്ട് ക്യാമറ കാണുമ്പോ ഭയ. കുളിര് കാലുണ്ട്. പവിത്രമായി മ്യൂസിയത്തിൽ വെച്ചേക്കും പോലെ വെച്ചേക്കാം. നാട്ടില് 20,000 രൂപയുള്ളൂ ഗൈസ്. സോ എൻ്റെ ചേട്ടന് ഞാനൊരു നോക്കുന്നുണ്ട്. ഞാൻ നോർമൽ ജേഡിയും ഹണിയും കണ്ടായിരുന്നു. സോ ആ ഗ്രീൻ ആപ്പിൾ മേടിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. സോ അത് പെട്ടെന്ന് നാട്ടിൽ കിട്ടൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഗ്രീൻ ആപ്പിൾ കാണുന്നില്ല ഗൈസ്. അതിന് അവന് ഫോട്ടോ അയച്ച് ചോദിച്ചു. നമ്മൾ ഇത്രയും സാധനങ്ങൾ മേടിച്ചു. ഒരു ട്രോളിങ് കൂടി, ഒരു ട്രോളിങ്. യെസ്, അല്ലല്ലോ. അതെ, നമ്മൾ എന്തൊക്കെ മേടിച്ചെന്ന് ഷോപ്പിംഗ് ഹാൾ നമ്മൾ എന്തൊക്കെ മേടിച്ചെന്നുള്ളത് കാണിക്കാം എന്തായാലും. ഓക്കെ, ബില്ലിങ് നടക്കുകയാണ്. എനിക്ക് ഉറപ്പുണ്ട് ഒരു 4-5 ഡിജിറ്റൊക്കെ വരും. എനിക്ക് തോന്നണ ഒരു 1 lakh ആവോ, 550,000 ആവോ. നമുക്ക് നോക്കാം ഗൈസ്, ലൈവായിട്ട് നിങ്ങൾക്ക് കണ്ടോണ്ടിരിക്കാം. നമ്മൾ ഓൾറെഡി ഇത്രയും ബിൽഡാണ്. ഇവിടെ ഇത് ഫില്ല് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അതിൽ കൂടെ ഇത്രയും പെൻഡിങ്ങും ആണ് ബില്ലടിക്കാൻ. അപ്പൊ നമുക്ക് നോക്കാം. ബാധുവാണ് നമ്മളെല്ലാവരുടെയും ബില്ല് പേ ചെയ്യണേന്നാണ് ബാധു പറയണത്. വലിയ പണക്കാരനാണ് ജില്ലിങ്ങാമിലെ, അറിയപ്പെടുന്ന പണക്കാരനാണ്. ഓക്കെ, കഴിഞ്ഞു ഗൈസ്, കഴിഞ്ഞു. നമുക്ക് നോക്കാം ലാസ്റ്റ് എത്രയാണെന്ന്.
ഓക്കെ ഇറ്റ്സ് 875 പൗണ്ട്സ്, ഏകദേശം 90,000 രൂപ, 90,000 rupees. അതിൽ തന്നെ നീ അയക്കേണ്ടത് ഒരു 150. ബാദു is paying the bill. ഒമ്പോ ഇതെന്ത് ബില്ലാണ്? പണക്കാരൻ ബാദു. ടിങ് ടിങ് ടിങ്. ബില്ല് കളിയിൽ സൂക്ഷിക്കണേ. ഓക്കെ, 2 ട്രോളി ഉണ്ട് നമുക്ക്. കൊടുങ്കാറ്റാണോ വന്ന് കേറിയത്? പഴയതിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിട്ട് അവന്മാർ തുടങ്ങിയതാ. സോ ഗൈസ്, നമ്മൾ ഷോപ്പിംഗ് ഫിനിഷ് ചെയ്ത് നമ്മൾ ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഒരുപാട് സാധനങ്ങൾ മേടിച്ചു. ഒരുപാട് എന്ന് പറഞ്ഞാൽ 2 വലിയ ഏകദേശം 1 lakh worth സാധനങ്ങൾ നമ്മൾ മേടിച്ചു. മിക്കതും നാട്ടിൽ കൊണ്ടുപോകാനാണ്. കുറച്ച് വലിയ കൂടെ മേടിച്ചിട്ട് നമ്മൾ പേഴ്സണൽ ആവശ്യത്തിന്. ഈ 2 ഡോർ നമ്മളുടെ വീട്ടിൽ പോയിട്ട് ബാക്കി എന്തെല്ലാം നമ്മൾ തന്നെ കണ്ടുവരാം. നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോമൺ ആയിട്ട് വരുന്ന സാധനങ്ങളൊക്കെ ഇവിടെ, ബാക്കി സാധനങ്ങൾ അവിടെ ഇല്ലാത്ത സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ആ, ഇതൊക്കെ അച്ചു കുപ്പിയൊക്കെ അച്ചു നാട്ടിൽ കൊണ്ടുപോകാൻ ഞാനും അച്ചുമായിട്ട് മേടിച്ച സാധനം. ഇവരാരും മേടിച്ചിട്ടില്ല. ഇഷ്ടംപോലെ കുപ്പിയുണ്ട്. ഇതൊക്കെ ഫ്ലൈറ്റ് കയറിയാൽ മതിയായിരുന്നു. സോ ഇതൊക്കെ വീട്ടിലത്തേക്ക് മേടിച്ചാണ്. ഇതാണ് നാട്ടിലത്തേക്ക് നമ്മൾ മേടിച്ചേക്കണം. ആ, ഇതാണ് ബില്ല്. 1 lakh. നമ്മള് ലിൻഡറ്റിലിന്റെ എടുത്ത്, പിന്നെ ക്വാളിറ്റി സ്ട്രീറ്റ്സ്, സ്നിക്കേഴ്സ്, കുറച്ച് ആൽമണ്ട്സ്, പിസ്ത, പിന്നെ എന്തൊക്കെയോ ചോക്ലേറ്റ് ബിസ്ക്കറ്റ്സ്. ഇത് ലിൻഡറ്റ് ആണ്. ഇത് ബാദുവിന് എടുത്തതാണ് പ്രോട്ടീൻ പൗഡർ. മൈസെല്ലാർ വാട്ടർ നമ്മൾ ബൾക്കായിട്ട് എടുത്ത്. ഇത് ഞാൻ മേടിച്ച കുങ്കുമപ്പൂവാണ്. പിന്നെ ഇത് ദുബായ് പിസ്താഷ്യൂ ചോക്ലേറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ബട്ട് അത്രയും ഒത്തന്റിക് ആണോ എന്ന് അറിഞ്ഞൂടാ. ഓക്കെ ഗൈസ്, ഞാനപ്പോ എനിക്ക് വേണ്ടി മാത്രമായിട്ട് മേടിച്ച സാധനങ്ങൾ ഞാൻ ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. ആയിഷ കുക്കിങ്ങിലാണ്. അപ്പോൾ ഞാൻ സോർട്ട് ചെയ്യാൻ വേണ്ടി പെട്ടി എടുത്ത് വെച്ചിരുന്നപ്പം കാണിച്ചെന്നെടുത്ത് വയ്ക്കാന്ന് വിചാരിച്ച്. സോ ഇത് ആൽക്കഹോള് ഗ്ലെൻഫിഡിച്ചിന്റെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. 2 എണ്ണം. ഓക്കെ. പിന്നെ എന്താ ഞാനൊരു ക്രോക്സ് മേടിച്ചായിരുന്നു. അപ്പൊ ഇതിന്റെ ജിബറ്റ്സ് ഒക്കെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്യാനുണ്ട് ഇനി. ദെൻ ജെയിംസിന്റെ ഒരു ആൽക്കഹോള്. അടുത്ത എൻ്റെ ചേട്ടന് വേണ്ടി ഞാൻ മേടിച്ചതാണ് ജാക്ക് ഡാനിയൽ ഹണി. പക്ഷെ എനിക്ക് ഗ്രീൻ ആപ്പിള് മേടിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഗ്രീൻ ആപ്പിള് അവിടെ കിട്ടിയില്ല. ഇത് കുങ്കുമപ്പൂ എനിക്ക് വേണ്ടി മേടിച്ചാണ്. ചോക്ലേറ്റില് ഇതെന്തോ ഇവിടെ ഫേമസ് ആണെന്നൊക്കെ പറഞ്ഞാൽ ലോക്കർ മെനസ് എന്ന് പറഞ്ഞ ഒരു ചോക്ലേറ്റ് ആണ്. അത് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് ലിൻഡറ്റിന്റെ ഈസ്റ്റർ ബണ്ണിയുടെ എഡിഷനാണ് മേടിച്ചേക്കുന്നത്. ഇത് നല്ല, എല്ലാവരും ഈ ചോക്ലേറ്റ് ആണ് എനിക്ക് തോന്നുന്നത് നാട്ടിൽ ചോദിക്കുന്നത്. ആൻഡ് ദെൻ അണ്ടർ ആർമറിന്റെ ഒരു ക്യാപ്പ് മേടിച്ചായിരുന്നു. ദാറ്റ് വാസ് ഗുഡ്. ഒരു പ്യൂമയുടെ ടീഷർട്ട് മേടിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് വീണ്ടും ചോക്ലേറ്റ് ആണ്. ഈസ്റ്റർ ഒക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോക്ലേറ്റ്. കാണാൻ നല്ല ഭംഗിയുണ്ട്, അങ്ങനെ മേടിച്ചാണ്. ദെൻ കിൻഡർ ബ്യൂണോ. ഞാൻ ഇത് നാട്ടിൽ കണ്ടിട്ടില്ല. ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഇവിടെ മാത്രമല്ല, ഇവിടെയാണ് ഞാൻ ഇത് കണ്ടിട്ടുള്ളത്. സോ അത് മേടിച്ച്. പിന്നെ ലിൻഡറ്റിന്റെ വലിയൊരു അസോർട്ടുണ്ട്. നമുക്ക് മിക്സ്ഡ് ആയിട്ട് എല്ലാ ഫ്ലേവറും കിട്ടും. അപ്പൊ പിന്നെ വലുത് മേടിച്ച്. പിന്നെ പ്യൂമയുടെ തന്നെ ഒരു ട്രൗസർ മേടിച്ച്. അതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് വേണ്ടി മേടിച്ച്. കളർ സെയിം അല്ല, ബട്ട് അതിൻ്റെ കൂടെ പെയർ ചെയ്യാന്ന് വിചാരിച്ചു.
ഓക്കെ, നെക്സ്റ്റ് സെയിം ചോക്ലേറ്റ്സ് ആണ്. ഈ ലിൻഡറ്റിന്റെ പോലത്തെ തന്നെ വേറൊരു ചോക്ലേറ്റ്, ഇറ്റാലിയൻ. ഓക്കെ, നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെയുള്ളൂ. ഇത് മൈസെല്ലാർ വാട്ടർ എൻ്റെ പേഴ്സണൽ യൂസിനായിട്ട് മേടിച്ചത്. പിന്നെ ഇതെന്താണ്, ജിന്നാണ്, ഒരു ജിന്നും കൂടി മേടിച്ചിട്ടുണ്ട്. പിന്നെ 2 ക്വാളിറ്റി സ്ട്രീറ്റ്സിൻ്റെ ചോക്ലേറ്റ്, ഒരു ക്രാൻബെറിയുടെ ചോക്ലേറ്റ്. ഇത് 64 പീസ് ഉള്ളതുകൊണ്ട് ഇത് മേടിച്ചതാണ്. ക്രാൻബെറി ഒന്നും മേടിക്കില്ല. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഞാൻ വിചാരിച്ച് ഒരു കളറും കൂടി ഉണ്ട്. ലിൻഡറ്റിൽ വേറൊരെണ്ണം കൂടി ഞാൻ വെച്ചത്. ഇത് ഒറ്റ ഫ്ലേവർ ഉള്ളതാണ്. എല്ലാവർക്കും ലിൻഡറ്റാണ് താല്പര്യം. ഇത് പിസ്ത. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ വെച്ചിട്ട് വന്നതാണ്. അപ്പോഴേക്കും ചുമ്മാ വെയിറ്റ് കയറണ്ട, ലുലുവിൽ നാട്ടിൽ വന്നിട്ട് ലുലുവിൽ നിന്ന് എങ്ങാനും മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വെറുതെ അമ്മയെ വീഡിയോ കോൾ ചെയ്തിട്ട് നിന്നപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞിങ്ങനെ പിസ്ത കണ്ട് ഇതിൻ്റെ ഇത്ര ഗ്രാമിന് ഇത്രയാണെന്ന് പറഞ്ഞാൽ അയ്യോ എനിക്ക് വേണോ, ഞാൻ തിരിച്ചെടുത്തോണ്ടെന്ന്. പിന്നെ രസ്മലായി, ഇതൊരു ആവശ്യമില്ല. 400 രൂപ കൊടുത്ത് കഴിക്കാൻ വേണ്ടി ഇതുവരെ ഇവിടെ വന്നിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് മേടിച്ചു. സോ ഇറ്റ്സ് എ പാക്ക് ഓഫ് 2. ആൻഡ് ഇത് നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്. 2 kg ലണ്ടൻ കുക്കീസാണ്. നല്ല വെയിറ്റ് കയറും. എനിക്ക് അറിഞ്ഞൂടെ ഇതൊക്കെ എന്ത് ചെയ്യുമെന്ന്. എനിക്കത് ഞാൻ പെട്ടിയിൽ ഓൾറെഡി എനിക്ക് ഒരു എമൗണ്ട് കയറി പെട്ടി വെയിറ്റ്. ഇനി ബാക്കിയുള്ളത് കൊറിയർ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കണം. ഇത് നമ്മുടെ പിസ്തയുടെ സ്പ്രെഡാണ്. ഫുൾ പിസ്ത, ഏകദേശം 60-70% പിസ്ത വരുന്ന സാധനം. വേറെ ഒന്ന് മേടിച്ചത് ഫോസിലിൻ്റെ വാച്ചാണ്. ലേഡീസ് വാച്ചാണ്. വെച്ച് ആർക്കെങ്കിലും കൊടുക്കാം, അമ്മയ്ക്കോ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ച് ഒരു ഗോൾഡ് ഫോസിൽ വാച്ച്. ഇത്രയൊക്കെ ഉള്ളൂ. സോ ഒരു വാച്ചും കൂടി ഉണ്ട്, ഒരു സ്റ്റീൽ മെയ്ഡിൻ്റെ വാച്ചും കൂടി ഉണ്ട്. ഇത് ആർക്കെങ്കിലും കൊടുക്കാമെന്ന് മേടിച്ചാണ്. സോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ വെറുതെ ഇവിടെ ഇട്ടിരുന്ന് ഇതൊന്ന് മെസ്സാക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ മേടിക്കുന്നത് പെട്ടിയിൽ തന്നെ ആക്കും. അതിപ്പം സോർട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ദാറ്റ്സ് ഇറ്റ്. സോ നമ്മൾ വീട്ടിലെത്തി. സാധനങ്ങളൊക്കെ കാണിച്ചു തന്നല്ലോ. അങ്ങനെ എടുത്ത് കാണിക്കത്തക്ക അങ്ങനെ പ്രത്യേക സാധനങ്ങളൊന്നുമില്ല. കുറച്ച് ചോക്ലേറ്റ്സും സാധനങ്ങളൊക്കെ സോർട്ട് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നമ്മൾ എല്ലാം ഒരുമിച്ച് ബില്ല് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് ടൈം എടുത്ത് ഇതെല്ലാം സോർട്ട് ചെയ്ത് ഓരോരുത്തരുടെ എമൗണ്ട് എത്രയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. സോ ഇന്ന് നോമ്പ് തുടങ്ങി. നോമ്പിലാണ് നോമ്പ് തുറക്കാൻ നമുക്ക് പറ്റിയില്ല. നമ്മൾ വരുന്ന വഴിയിൽ വെച്ചിട്ടാണ് ബാങ്ക് കൊടുത്തത്. അപ്പോൾ നമ്മൾ കാറിലിരുന്നിട്ടൊക്കെ നോമ്പ് തുറന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞു. See you in next video. vlog. Okay, bye.